പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ആനന്ദപ്പരപ്പ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന വിഷയം. ആദ്യം ഇത് കേട്ടപ്പോൾ എനിക്കൊരു അമ്പരപ്പാണ് ഉണ്ടായത്. ആനന്ദപ്പരപ്പോ? ഇതിനെപ്പറ്റി എന്ത് സംസാരിക്കാൻ? ആനന്ദത്തെപ്പറ്റി, സന്തോഷത്തെപ്പറ്റി സംസാരിക്കാൻ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊരു ലിറ്റററി ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ എഴുത്തുമായി ബന്ധപ്പെട്ട ആനന്ദാനുഭവങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്നുള്ള ഒരാഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എഴുത്തുകാരാണ്. ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം, 17 ലോകവും എൻ്റെ കുടുംബം എന്ന് പറയുന്ന പഴയൊരു നാടൻ പാട്ടുണ്ട്. എഴുത്ത് കുടുംബത്തിലെ അംഗങ്ങളൊക്കെ തന്നെയാണ്. എഴുത്തുകാരും വായനക്കാരും ഒക്കെ ചേരുന്ന ഒരു കുടുംബം പോലെ ഇരിക്കുന്ന ഒരു സ്ഥലം. അവിടെ സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയുള്ളവരാണ് എല്ലാ മനുഷ്യരും. എങ്കിലും സന്തോഷിച്ചിക്കാനം എന്ന് പറയുന്ന പേരുള്ള ഒരു മനുഷ്യൻ തന്നെയായിരിക്കും സന്തോഷത്തെക്കുറിച്ച് ആദ്യം സംസാരിച്ച് തുടങ്ങാൻ യോഗ്യത എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും പേരിൻ്റെ ഒരു അധിക യോഗ്യത അവിടെയുണ്ട്. പക്ഷേ ഈ സന്തോഷം എന്ന് പറയുന്ന പേരുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാകണമെന്നൊന്നുമില്ല. ഇപ്പം ദാമോദരൻ എന്ന് പറയുന്ന പേരുള്ള കുടവേറുള്ള ഒരാളെ കാണുമ്പോൾ വളരെ മെലിഞ്ഞ വയറുള്ള ഒരാൾക്ക് ഒരു ചിരി വരാം. അപ്പോൾ ദുഃഖത്തിൻ്റെ കടലുകൾ അല്ലെങ്കിൽ വേദനകൾ, എഴുത്തിൻ്റെ വേദനകളൊക്കെ താണ്ടിയിട്ടാണ് സന്തോഷങ്ങളിലേക്ക് എല്ലാ മനുഷ്യരും എത്താറുള്ളത്. സന്തോഷച്ചിക്കാനത്തിൻ്റെ ഒരു പഴയ സുഹൃത്താണ് ഞാൻ. കോളേജ് കാലം മുതൽ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ജീവിതാനുഭവങ്ങളും ഏകദേശമൊക്കെ പറഞ്ഞും കേട്ടുമൊക്കെ അറിയാവുന്ന ഒരാളാണ്. ഇവരുടെയൊക്കെ സന്തോഷത്തെക്കുറിച്ച് ചോദിക്കാനുള്ള എൻ്റെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്കൊക്കെ ചെറിയൊരു സന്തോഷം അവരറിയാതെ കൊടുത്തിട്ടുള്ള ഒരാൾ എന്നുള്ളത് മാത്രമാണ്. ഇവരുടെയൊക്കെ തന്നെ പുസ്തകങ്ങൾ, ബഹുഭൂരിപക്ഷം പുസ്തകങ്ങളും വില കൊടുത്ത് വാങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് റോയൽറ്റി ഇവർക്ക് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുത്ത ഒരാൾ എന്നുള്ള ഒരു യോഗ്യത മാത്രമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ ഓർമ്മക്കുറിപ്പുകൾ വായിക്കുമ്പോൾ ഒരു 5 പുസ്തകങ്ങളാണ് ഓർമ്മക്കുറിപ്പുകളായിട്ട്, 9 കഥാസമാഹാരങ്ങളും പിന്നീട് കളക്റ്റഡ് വർക്ക്സ് വേറെ വന്നിട്ടുണ്ട്. ഒറ്റവാതിൽ മുതൽ, ആ കാലത്ത് ഞാനൊരു സെക്കൻഡ് DC പഠിക്കുന്ന കാലം മുതൽ സന്തോഷിച്ചിക്കാനം എന്ന എഴുത്തുകാരനെ ഫോളോ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള 5ഓളം ഓർമ്മ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ സങ്കടങ്ങളുടെ ഒരു പരമ്പരയിലൂടെ, കടലുകളിലൂടെ നീന്തിക്കയറി എഴുത്തിൻ്റെ ആനന്ദത്തിൽ അഭിരമിക്കുന്ന ഒരാളാണ്. ഈ എഴുത്തിൻ്റെ സന്തോഷത്തിലേക്ക് എത്താൻ വേണ്ടി താണ്ടുന്ന ദുഃഖത്തിൻ്റെ കടലുകൾ, അല്ലെങ്കിൽ അതിനെ മറികടന്ന് ഈ എഴുത്തിൻ്റെ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു യാത്രയെ പലയിടങ്ങളിലുമൊക്കെ പരാമർശിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യാത്രയുടെ ആ സന്തോഷത്തിൻ്റെ തീരത്തേക്ക് എത്തിയതിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ രസമായിരുന്നു. ഇതിൻ്റെ ഈ സെഷൻ്റെ പേര് തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ആനന്ദപ്പരപ്പാണെന്ന് പറയുന്നത്. ആനന്ദവും സന്തോഷവും തമ്മിൽ രണ്ടാണ്. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഉപരിപ്ലവമായിട്ടുണ്ടാകുന്ന ഒരു സാധനത്തിൻ്റെ പേരാണ് സന്തോഷം എന്ന് പറയുന്നത്. അത് പെട്ടെന്നുണ്ടാവാം, അതേ സമയത്ത് തന്നെ അത് അടുത്ത നിമിഷം അത് ഇല്ലാതെ ഉണ്ടാവാം, പിന്നെ വീണ്ടും വരാം. ഇതാണ് സന്തോഷം എന്ന് പറയുന്നത്. പക്ഷെ ആനന്ദം എന്ന് പറയുന്നത് ബുദ്ധനൊക്കെ പറയുന്ന പോലെ അത് വേറൊരു സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു എക്സ്ട്രീമായിട്ടൊരു അവസ്ഥയാണ്. അപ്പോൾ അതാണ് ആനന്ദം എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ആ ആനന്ദത്തിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആനന്ദത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, സന്തോഷത്തിനെ കുറിച്ച് മാത്രമേ പറയാവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സെഷൻ്റെ പേര് സന്തോഷപ്പരപ്പ് എന്ന് ഇടുന്നതായിരിക്കും കുറച്ചും കൂടുതൽ അഭികാമ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതേസമയത്ത് തന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ എഴുത്തിലേക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത്, നമ്മളൊരു കഥ വായിച്ചിട്ട് അതിഭയങ്കരമായ ഒരു വല്ലാത്ത ഒരു ട്രോമയിലേക്ക് നമ്മൾ വീഴും അല്ലേ. പക്ഷെ അത് അങ്ങനെ ഭയങ്കരമായ സങ്കടമായിരിക്കും ചിലപ്പോൾ വരും, നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും. പക്ഷേ അടുത്ത നിമിഷത്തിൽ നമുക്ക് അതേ സമയത്ത് തന്നെ അതിൻ്റെ ഇരട്ടി സന്തോഷം നമുക്ക് ഇങ്ങോട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കഥ വായിച്ചിട്ട് ദുഃഖം വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് സന്തോഷമല്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ. അതിന് സന്തോഷമില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നമ്മൾ ലൈഫ് ആൻഡ് ടൈം ഓഫ് മൈക്കിൾ കെ എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും, ഏത് നോവലോ എന്തെങ്കിലും ആണെങ്കിലും പറയാം. അപ്പോൾ അതിൽ മൈക്കിൾ കെ എന്ന് പറയുന്നൊരു കഥാപാത്രം,
അപ്പോൾ ഈ പറയുന്ന പോലെ ആഭ്യന്തര യുദ്ധം വന്നു. അവിടെ സൗത്ത് ആഫ്രിക്കയിൽ ആഭ്യന്തര യുദ്ധം വരുന്നു. ആഭ്യന്തര യുദ്ധം വന്നിട്ട് ഈ ആഭ്യന്തര യുദ്ധം, അപ്പോൾ ഇയാളൊരു മുച്ചെറിയനായ ഒരാളാണ്, അമ്മയുണ്ട്, എല്ലാം ചെതറിപ്പോയി. വേറെ എവിടെ, പിന്നെ ബുഡാപെസ്റ്റിൽ നിന്ന് ചെതറിയിട്ട് വേറെ സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടുന്ന് ഈ യുദ്ധത്തിൻ്റെ ഇത് വീര്യം കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ, യുദ്ധം ഏതാണ്ട് അവസാനിക്കാറായി എന്നൊക്കെ തോന്നുമ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, അമ്മേനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നതാണ്. അമ്മേനെയും കൂട്ടി പോകുന്നു. വഴിയിൽ വെച്ച് അമ്മ മരിക്കുന്നു. പോലീസുകാർ അദ്ദേഹത്തെ പിടിക്കുന്നു. നീ പിന്നെ ഭീകരവാദി എന്ന് പറയുന്നു. അപ്പോഴേക്ക് അമ്മ മരിച്ച് അമ്മേനെ ബുഡാപെസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് അയാളുടെ ആഗ്രഹം എന്ന് പറയുന്ന ഒറ്റ മാത്രമേ ഉള്ളൂ. അയാളുടെ പഴയ വീട്ടിൽ അവർ കിണറിലുള്ള ആ ഭയങ്കര തെളിഞ്ഞ വെള്ളം ഒരു കുടം കോരിയിട്ട് കുടിക്കണം, എന്നിട്ട് കിടന്നുറങ്ങണം. അത് മാത്രമാണ് അയാളുടെ ആഗ്രഹം. അപ്പോൾ ഒരു റെഫ്യൂജിയുടെ ആഗ്രഹമാണത്. അപ്പോൾ അങ്ങനെ പോയിട്ട് ഈ അമ്മ മരിക്കുന്നു, ചിതാഭസ്മം എടുത്തു പോകുന്നു. പിന്നെ അയാൾ ജീവിതത്തിൽ, ഞാൻ കഥ നീട്ടി പറയുന്നില്ല, ഞാൻ പറയുന്നത് ദുരിതങ്ങളുടെ വേട്ടയാടലുകളാണ് അയാൾക്ക് വരുന്നത്, മൈക്കൽ കേക്ക് വരുന്നത്. ദുരിതങ്ങളുടെ വേട്ടയാടുകളാണ്. നമുക്ക് ഓരോ നിമിഷവും അത് ഓരോന്ന് പറയുമ്പോൾ എന്താ ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഇയാൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നു തോന്നും അല്ലേ. അവസാനം കുറ്റ്സി എന്ന് പറഞ്ഞ എഴുത്തുകാരൻ എത്തിക്കുന്നത് ആ ബുഡാപെസ്റ്റിലേക്ക് പോയിട്ട് അയാൾ അതിൽ നിന്ന് ഒരു കുടം വെള്ളം കോരി എടുത്ത് കുടിച്ചിട്ട് കിടക്കുമ്പോഴാണ്. അത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ശരിക്കും നമ്മൾ തന്നെ മൈക്കൽ കെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെ ട്രാവൽ ചെയ്ത പോലെ നമുക്ക് തോന്നും. ഇപ്പോൾ ബഷീറിൻ്റെ പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ബഷീറിൻ്റെ മാമ്പഴം എന്ന് പറയുന്ന ഒരു കഥ ഇല്ലേ, മാമ്പഴം എന്ന് പറയുന്ന അല്ല തേന്മാവ് എന്ന് പറയുന്ന കഥ. തേന്മാവ് എന്ന് പറയുന്ന കഥയിൽ വഴിയിൽ ഒരു യൂസഫ് സിദ്ദിഖ് എന്ന് പറയുന്ന ഒരാൾ, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. യൂസഫ് സിദ്ദിഖ് എന്ന് പറയുന്ന ഒരാൾ മരിക്കാൻ കിടക്കുന്നു. അപ്പോൾ അയാൾ മരിക്കാൻ കിടക്കുന്നു. അപ്പോൾ വഴിയെ പോയിട്ട് റഷീദ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇവിടെ നടന്നു പോകുന്നു. ഇയാൾ പറഞ്ഞു, മോനെ ഞാൻ മരിക്കാൻ വേണ്ടി പോവാണ്, എനിക്ക് നീ ലേശം വെള്ളം കൊണ്ടു തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ അടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ അസ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അവിടെ ഉണ്ട്. അവൾ തുണി കഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ റഷീദ് അവിടത്തേക്ക് പോകുന്നു. റഷീദ് അവളോട് വെള്ളം ചോദിക്കുന്നു. അവൾ വെള്ളവുമായിട്ട് റഷീദിൻ്റെ പിറകെ വരുന്നു. ഇയാൾക്ക് വെള്ളം കൊടുക്കുന്നു. വെള്ളം കൊടുത്തിട്ട് തൊട്ട് കുടിച്ചു കഴിഞ്ഞ് ബാക്കി വെള്ളം തൊട്ടടുത്തുള്ള അവിടെ ഒരു മാവിൻ്റെ ചെടി ഇങ്ങനെ തിളുത്ത് വരുന്നുണ്ട് വഴിയിൽ. അയാൾ അതിനൊഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭയങ്കരമായ സന്തോഷമുണ്ട്. ഖുറാനിൽ പറയുന്ന ഒരു സാധനമുണ്ട്, എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ മരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നൊരു മരം നട്ടിട്ട് വേണം മരിക്കാൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു ആനന്ദം നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒടുവിൽ ആ മാവ് വളർന്ന് വലുതാവുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം അവിടത്തേക്ക് വിരുന്നുകാർ വന്നിട്ട് ആ മാമ്പഴം തിന്നുമ്പോഴാണ് അവിടുന്ന് ചോദിക്കുന്നത്, ഇത് എന്താ, ഇതാ എവിടുന്ന് കിട്ടിയ മാമ്പഴം എന്ന് പറയുന്നതാണ് ചോദിക്കുമ്പോഴാണ് ഈ കഥ മുഴുവൻ പറയുന്നത്. അതിൻ്റെ അവസാനം ആ മകനാണ് ആ വീട്ടിലെ റഷീദിനും അസ്മക്കും. അന്ന് ആ വെള്ളം കൊടുത്ത രണ്ടുപേരും കല്യാണം കഴിക്കുന്നു. അതിലുണ്ടായിരുന്ന കുട്ടി നടന്നു വരുന്നു. അവനാണ് ഈ മാമ്പഴം കൊടുക്കുന്നത്. ആ മാമ്പഴം കൊടുത്തപ്പോൾ അവനോട് ലാസ്റ്റ് ആ കഥേൻ്റെ എൻഡിൽ ഇങ്ങനെയാണ്, എന്താ നിൻ്റെ പേര് മോനെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, അവൻ പറഞ്ഞു എൻ്റെ പേര് യൂസഫ് സിദ്ദിഖ് എന്നാണ്. അപ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, അത് ഭയങ്കരമായ ആനന്ദമാണ്. അപ്പോൾ ഇങ്ങനെ എഴുത്തിൽ നിന്ന് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ എനിക്ക് പലപ്പോഴും ആനന്ദം ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഇത് കുറേ ആൾക്കാർ പറയേണ്ടതുകൊണ്ട് ഞാൻ നിർത്താം. പിന്നെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും പ്ലാൻഡ് അല്ല. എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ക്ലൈമാക്സ് എങ്ങനെ കിട്ടി, ഇത് ഇല്ല. അത് പിന്നെ പറയും ഇത് ഭയങ്കരമായ വലിയ എന്താണ് ദൈവികമായ എന്തോ ഒരു കഴിവാണെന്നൊക്കെ പറയും. ഇത് ദൈവികമായ കഴിവൊന്നുമല്ല. പക്ഷേ നമ്മൾ ഒരിക്കലും എഴുത്തുകാരോട് എല്ലാവരോടും ചോദിച്ചാൽ മതി, നമ്മളെല്ലാം എഴുതുന്ന ആൾക്കാരാണ്. ഒരിക്കലും പ്ലാൻഡ് അല്ല. പ്ലാൻഡ് ആണ്. നമ്മൾ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കി വെക്കും. പക്ഷേ കുറേ കഴിയുമ്പോൾ കഥ നമ്മളെ കടൽ വന്നിട്ട് ഒരു തിരയെടുത്ത് കൊണ്ടുപോകുന്ന പോലെ പിടിച്ച് ഏതോ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് എവിടെയോ നമ്മൾ ഉപേക്ഷിച്ച് കളയും. അങ്ങനെയാണ് പലപ്പോഴും എൻ്റെ കഥയിലേക്ക് എനിക്ക് ക്ലൈമാക്സ് വരുന്നത്. ഇപ്പോൾ കൊമാല എന്ന് പറഞ്ഞൊരു കഥയിൽ അവസാനം ഒരു തുള്ളി വെള്ളമാണ് കടം. എന്താണ് മനുഷ്യൻ്റെ കടം? മനുഷ്യൻ എന്താണ് കടം? ബാങ്കിലെ കടോ അല്ലെങ്കിൽ മറ്റവന് കൊടുക്കാനുള്ള കടോ അല്ലെങ്കിൽ പിന്നെ കടപ്പാടോ, ഇതൊന്നും അല്ല അവൻ്റെ കടം. അവൻ്റെ കടം എന്ന് പറയുന്നത് മറ്റുള്ളവന് ഒരു തുള്ളി സ്നേഹമെങ്കിലും ജീവിതത്തിൽ വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ കടം. അത് ആ സ്നേഹം നമുക്ക് ആരോ തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവൻ്റെ കടം. അപ്പോൾ അങ്ങനെ എഴുതുന്ന ഒരു വാക്ക് വരുന്നത് അപ്പം വരുന്നതാണ്, ആ സമയത്ത് വരുന്നതാണ്. എന്താണ് ജീവിതത്തിൻ്റെ കടം? ഒന്നുമില്ല, ഒരു തുള്ളി വെള്ളം മാത്രമാണ് എൻ്റെ കടം എന്ന് എഴുതുമ്പോഴാണ് ആ കഥ വേറൊരു ലെവലിലേക്ക് പോകുന്നത്.
അപ്പോൾ ആ വരി കിട്ടുമ്പോൾ ഒരു എഴുത്തുകാരനുണ്ടാവുന്ന ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അത് ഒരു ലോട്ടറി അടിച്ചാൽ പോലും നമുക്ക് കിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ ചില ആനന്ദങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ചന്ദ്ര ചേച്ചിയോട്ട് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഞാൻ വളരെ ആനന്ദ തുന്തിലനായിട്ട് അവരുടെ പുസ്തകങ്ങൾ മൊത്തം വാങ്ങിയിട്ടുള്ള ഒരാളെന്നുള്ള അഹങ്കാരത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അതിപ്പോൾ പിറ ആയിക്കോട്ടെ, ക്ലെപ്റ്റോമാനിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പച്ചക്കരിമ്പ ആയിക്കോട്ടെ, റോസ ആയിക്കോട്ടെ, ഈവൻ സ്ത്രീവാദ സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ, സ്ത്രീ നാടക ചരിത്രം അടക്കമുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നോടൊരു ചോദ്യം, കാന്തൽ വായിച്ചോ? ഒരു മനുഷ്യന് വായിക്കാനും ജീവിക്കാനും ഒക്കെ ഒരു മിനിമം സമയം ആവശ്യമാണല്ലോ. അപ്പോൾ ഇറങ്ങിയ കുറച്ച് കാലമായി എങ്കിൽ പോലും കാന്തൽ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഈ സെഷനിൽ നിന്നും രാജിവെച്ച് ഇറങ്ങിപ്പോകുമെന്നൊക്കെയുള്ള ഭീഷണി മുഴക്കിയിരുന്നു. ഇത്രയും പുസ്തകങ്ങൾ വായിച്ചതിൻ്റെ പേരിലെങ്കിലും ഈ സെഷനിൽ ഇരുന്നുകൂടെ എന്നുള്ളൊരു ബദൽ ചോദ്യം എനിക്കുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ ഫിക്ഷൻ എഴുതുമ്പോൾ ഉള്ളതല്ലാത്ത ചില പ്രശ്നങ്ങൾ, നോൺ ഫിക്ഷൻ എഴുതുമ്പോൾ, പ്രത്യേകിച്ച് ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിലുള്ള ചില കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നാനാ തുറകളിൽ നിന്ന് എതിരഭിപ്രായങ്ങളുണ്ടാകാം, ചർച്ചകളുണ്ടാകാം, സംവാദങ്ങളുണ്ടാകാം, വളരെ ക്രൂരമായിട്ടുള്ള കമൻറ്റുകളും ഉണ്ടാകാം. യാതൊരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ ചില കമൻറ്റുകളൊക്കെ. ഈ ക്യൂർസയുടെ തന്നെ മറ്റൊരു നോവലുണ്ട്, ഡിസ്ഗ്രേസ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനെ മൊത്തം ഡിസ്ഗ്രേസ്ഫുള്ളി ഡീൽ ചെയ്യുന്ന ചില വ്യക്തികളുണ്ടാവും. അപ്പോൾ നമുക്ക് കലഹിക്കേണ്ടതായിട്ട് വരും. ഈ കലഹം എപ്പോഴും അത്ര സന്തോഷകരമായ ആനന്ദകരമായിട്ടുള്ള ഒരു കാര്യമല്ല. നിത്യവും കലഹിക്കേണ്ടതായിട്ടുള്ള ഇത്തരം എഴുത്തുകളിൽ ഏർപ്പെടുമ്പോൾ അത്തരം ഒരു കലഹത്തിൻ്റെ സാധ്യത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മളെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന, നമ്മളെ അത്ര സുഖകരമല്ലാത്ത ഒരവസ്ഥയിൽ നിർത്തുന്ന ചില എതിർപ്പുകൾ, കലഹങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ടേ ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഫിക്ഷൻ എഴുതുമ്പോഴും ഇത്തരത്തിലുള്ള സംഗതിയുണ്ട്. അപ്പോൾ കാന്തലിൻ്റെ ആനന്ദത്തെക്കുറിച്ചും ഒപ്പം ഇത്തരത്തിലുള്ള സീരിയസ് ആയിട്ട് നമ്മൾ നോൺ ഫിക്ഷൻ എഴുതുമ്പോഴുണ്ടാകുന്ന ആക്രമണങ്ങളെ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളെയൊക്കെ നേരിടുമ്പോഴുണ്ടാകുന്ന ചില സംഘർഷങ്ങളുണ്ടല്ലോ, ഇത് തരണം ചെയ്യുമ്പോഴും ഒരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതിന് എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും, ഇത്തരത്തിലുള്ള കല്ലേറുകൾ ഉണ്ടെങ്കിൽ പോലും ആ കല്ലേറുകളെ നേരിട്ട് അതിനെ ചാടിക്കടക്കുന്നതിൻ്റെ ചില സന്തോഷങ്ങളുണ്ടല്ലോ. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം. താങ്ക് യു ബിബിൻ. അത് ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ, തമാശയ്ക്ക് പറഞ്ഞതാ. ബിബിൻ അതിവിടെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. ഇനി ബിബിൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ജീവിതം എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തരം സമരമാണ്. അത് ചെറിയ കുട്ടിയായിരിക്കുമ്പം മുതലേ അങ്ങനെയാണ്. ഈ സമരം എന്നൊക്കെയുള്ള വാക്കിൽ അത് പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പിന്നീടാണ്, വലുതായപ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെയും മറ്റുള്ളവരെ, വീട്ടിലെ മറ്റുള്ള എൻ്റെ ചേച്ചിമാരെ പോലെയോ ഒന്നും ആയിരുന്നില്ല ഞാൻ. സ്വപ്നം കാണുക എന്ന് പറയുന്നതായിരുന്നു. സ്വപ്നജീവി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, സ്വപ്നം കാണുക. എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ സന്തോഷമായിരുന്നത് എന്ന് പിന്നീടാണ് നമ്മൾ തിരിച്ചറിയണത്. അതിപ്പോൾ ഞാൻ ആത്മകഥ എഴുതുന്നുണ്ട്. അതിൽ എന്തായിരുന്നു കുട്ടിക്കാലത്ത് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കലുകൾ എന്നുള്ളതിന് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നേരെ സ്കൂളിൽ പോവാതെ, ക്ലാസ്സിൽ പോവാതെ അപ്പുറത്തുള്ള അമ്പലത്തിൻ്റെ കുളക്കരയിൽ പോയിരിക്കുക. എന്നിട്ട് കുറേ കഴിഞ്ഞ് പെട്ടെന്ന് ക്ലാസ് തുടങ്ങിയല്ലോ എന്നും പറഞ്ഞിട്ട് പിന്നെ ഓടിക്കയറി ക്ലാസ്സിൽ കയറുക. അതൊക്കെ എന്തിനാ ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്വപ്നാടനം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ തരത്തിൽ ഉള്ളൊരു കുട്ടിക്കാലത്തു നിന്നാണ് തോന്നുന്നു എൻ്റെ ഈ സന്തോഷങ്ങൾ വരുന്നത്. പക്ഷേ സന്തോഷങ്ങൾ വരുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ദുഃഖമാണ്. ദുഃഖം എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് സന്തോഷം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഖലീൽ ജിബ്രാനാണ് ഏറ്റവും നന്നായി പറഞ്ഞിട്ടുള്ളത് അല്ലേ. വേദനയുടെ എത്ര അഗാധമായിട്ടുള്ള വേദനയുടെ അനുഭവം നമുക്കുണ്ടോ അത്രയും ഉയരത്തിലുള്ള ഔന്നത്യമുള്ള ആനന്ദം നമുക്ക് അനുഭവിക്കാനാകും. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ അത് അങ്ങനെ തന്നെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ഈ പുസ്തകമൊക്കെ ഇപ്പോൾ ജിബ്രാനാണെങ്കിലും മറ്റ് നമ്മൾ ഇതുവരെ ജീവിതത്തിൽ വായിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ, ധാരാളം പുസ്തകങ്ങൾ നമുക്ക് തരുന്ന കുറേ തിരിച്ചറിവുകളുണ്ട്. അല്ലെങ്കിൽ ജ്ഞാനോദയം എന്നൊക്കെ പറയുന്നത്, ബുദ്ധൻ്റെ ജ്ഞാനോദയം വേറെയാണെങ്കിൽ നമുക്ക് എഴുത്തുകാർക്കാണെങ്കിലും വായനക്കാർക്കാണെങ്കിലും ഒക്കെയുള്ള
ജ്ഞാനോദയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലുള്ള വായനയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ജീവിതങ്ങൾ, നാം കാണുന്ന ജീവിതങ്ങളുടെ അനുഭവങ്ങൾ നിരീക്ഷിക്കുമ്പോൾ, കാണുമ്പോൾ ഒക്കെ കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ ബിബിൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു എഴുത്തുകാരി മാത്രമല്ല, ഒരു ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് ആയിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളും കൂടിയാണ്. ഫെമിനിസ്റ്റ് ആവുക എന്ന് പറയുന്നത് തന്നെ വലിയ സ്റ്റിഗ്മയുള്ള ഒരു കാലമായിരുന്നു 1980-കൾ. ആ കാലത്ത് ഞാൻ ചെറുതാണ്. എൻ്റെ ഏർലി 20s ഞാൻ ഫെമിനിസ്റ്റായിട്ട് കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് തന്നെ. അതും അന്നത്തെ കാലത്ത് ഫെമിനിസ്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അരാജകവാദിയാവുക, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അരാജകവാദമാണെന്ന് ഇക്വേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് കേരളത്തിൻ്റെ 80കളും 90കളും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴാണ് കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. പക്ഷെ എപ്പോഴും അതിന് തിരിച്ചടികൾ ഉണ്ടാവുകയും ചെയ്യും. കുറേ സമൂഹം അല്ലെങ്കിൽ സ്ത്രീ സമൂഹങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് ഒപ്പമുള്ള നമ്മുടെ പുരുഷ സമൂഹവും മാറാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. എന്നാലും അങ്ങനെ പോകുമ്പോൾ വലിയ തിരിച്ചടികൾ പിന്നെയും ഉണ്ടാവും. ഇപ്പം ഈ അടുത്ത് ഒരു പെൺകുട്ടി വീഡിയോ ബസ്സിൽ യാത്ര ചെയ്യുന്നത് എടുത്ത് പബ്ലിഷ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ടതൊക്കെ ഒരു വലിയ തിരിച്ചടിയാണ്. നാം ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു ഇടത്തിൻ്റെ നേർക്കുണ്ടാകുന്ന വലിയ, നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഇരുന്ന ഒരു വലിയ തിരിച്ചടിയാണ്. അതിനെ മറികടന്ന് വേണം ഇനി വീണ്ടും മുന്നോട്ട് പോകാനായിട്ട്. അപ്പം ഇതുപോലെ ഓരോ സമയത്തും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്കറിയാം ഈ സമൂഹം ഭയങ്കര ഡിവൈഡഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ്. വളരെ പാട്രിയാർക്കലായിട്ടുള്ള എല്ലാത്തരം അധികാര ബന്ധങ്ങളും ഇങ്ങനെ ശ്രേണിബദ്ധമായി നിൽക്കുന്ന ഒരു സമൂഹമാണ്. അവിടെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, എഴുത്തുകാരി എന്നുള്ള രീതിയിലൊക്കെ അത്ര എളുപ്പമല്ല മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത്, എളുപ്പമല്ല. ഇപ്പം നോൺ ഫിക്ഷൻ എഴുതിയ സമയത്ത്, ആർത്തവമുള്ള സ്ത്രീകൾ എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ എഴുതിയ സമയത്ത്, ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ടിട്ട് 2007 ആ ആർട്ടിക്കിൾ എഴുതിയത്. ആ സമയത്ത് വലിയ എതിർപ്പുണ്ടായിട്ടുണ്ടായിരുന്നു. അതേസമയം ഒരുപാട് പേര് അത് വായിക്കുകയും ചെയ്തു. പിന്നീട് കഥയിലേക്ക് വരുന്ന സമയത്ത്, എൻ്റെ പച്ചക്കരിമ്പ് എന്ന് പറയുന്ന കഥ എഴുതിയ സമയത്ത് അത് മാതൃഭൂമിയിലാണ് പബ്ലിഷ് ചെയ്തത്. ആ കഥയെക്കുറിച്ച് എന്താ പറയുക, സദാചാരവാദികളായിട്ടുള്ള ചില ആളുകൾ വളരെ മോശമായിട്ട് എഴുതേണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ മാതൃഭൂമി എന്ന് പറയുന്ന ഒരു താജ്മഹലാണെന്നും അതിൻ്റെ ചുമരിൽ എന്തോ ചാണകം വാരി എറിഞ്ഞതുപോലെയാണ് ഇത്തരത്തിലുള്ള കഥ പബ്ലിഷ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് അത് സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിയത്. പക്ഷേ എന്താണ് പച്ചക്കരിമ്പ് എന്ന് പറയുന്ന കഥ? ആനന്ദത്തിൻ്റെ കഥയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ആ കഥ എഴുതിയത്? സ്ത്രീകൾ അങ്ങനെ ആനന്ദത്തിൻ്റെ കഥകൾ എഴുതുകയില്ല, പ്രത്യേകിച്ച് പ്രണയത്തിലും രതിയിലും. സ്ത്രീകളുടെ ആനന്ദം എന്താണെന്ന് സ്ത്രീകൾ എഴുതാറില്ല. പലപ്പോഴും ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫിനെ കുറിച്ചും മാരീഡ് ലൈഫിനെ കുറിച്ചും അല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇപ്പം മാധവിക്കുട്ടിയാണെങ്കിലും എല്ലാവരും നമ്മൾ അങ്ങനെയാണ് സാഹിത്യത്തെ കുറേ വായിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദാഹം അതിലുണ്ടായിരിക്കും. പക്ഷെ തങ്ങളുടെ പ്രണയ രതി അനുഭവങ്ങൾ എഴുതാൻ ഒന്നാമത് ഭാഷയില്ല. എപ്പോഴും സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ച് എഴുതണമല്ലോ രതിയെക്കുറിച്ച് എഴുതണമെങ്കിൽ. അപ്പം സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചിട്ടുള്ള അവയവങ്ങളെക്കുറിച്ചിട്ടുള്ള വാക്കുകളൊക്കെ നമ്മുടെ ഭാഷയിൽ തെറിയാണ്. അപ്പോൾ ഈ ഭാഷയുടെ ഈ ഒരുതരം തെറി സ്വഭാവത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെട്ട് ആനന്ദത്തിൻ്റെ ഭാഷ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ അനന്ത അന്വേഷണമാണ്. ഒരു വാക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ അനുഭവം എഴുതുക എന്ന് പറയുന്നത്. അങ്ങനെ എഴുതിയ ഒരു കഥയാണ് എൻ്റെ പച്ചക്കരിമ്പ്. അതിൽ പലരും വായിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഒരു പുരുഷൻ സ്ത്രീയെ വിളിക്കുന്ന ഒരു 50-ലേറെ ഓമനപ്പേരുകളുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് പല സ്ത്രീകളും സ്നേഹത്തിൽ ലാളിക്കപ്പെടാൻ, ലാളനകൾ എന്നുവെച്ചാൽ നമ്മൾ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും അല്ലെങ്കിൽ ഒരു ഓമനപ്പേര് വിളിക്കുകയും ചെയ്താൽ പോലും അത് തരുന്ന ആനന്ദം എന്ന് പറയുന്നത്, അല്ലാതെ എല്ലായ്പ്പോഴും ഇത് മനുഷ്യരെപ്പോഴും വിചാരിക്കുന്നത് രതി എന്ന് പറയുന്നത് ഇൻ്റർകോഴ്സ് മാത്രമാണെന്നാണ്. അത് അങ്ങനെയല്ലെന്നും സ്ത്രീകൾ ആഗ്രഹിക്കുന്ന സ്നേഹം, പ്രണയം, രതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണെന്നും പറയാനായിട്ടുള്ള ഒരു ഭാഷയും അതിൻ്റെ കഥാപാത്രങ്ങളും അതിൻ്റെ മറ്റ് രൂപകങ്ങളും ഒക്കെ കണ്ടെത്തുക എന്ന് പറഞ്ഞ വലിയ ചലഞ്ചായിരുന്നു. ആ കഥ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യധികമായിട്ടുള്ള ആനന്ദം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വേറൊരു
തരത്തിലുള്ള ആ, യാത്രയായിരുന്നു പ്രണയകാമസൂത്രം എന്ന പുസ്തകം എഴുതിയത്. അത് വളരെ ഇതുപോലെ വലിയ ചലഞ്ചസ് നേരിട്ടിട്ട് എഴുതിയ ഒരു പുസ്തകമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകൾ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഈ പ്രണയകാമസൂത്രമൊക്കെ എഴുതി കഴിഞ്ഞാൽ കോൺവെൻറ്റ് സ്കൂളിൽ എൻ്റെ മകൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുമായിരിക്കും, സിസ്റ്റേഴ്സും അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ അത് വായിച്ചിട്ട് അവളെ ബുദ്ധിമുട്ടിപ്പിക്കുമോ എന്നൊക്കെ ഞാൻ ആകുലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആകുലപ്പെടേണ്ട ഒരു കാര്യവും സത്യത്തിൽ ഒരു എഴുത്തുകാരിക്കോ എഴുത്തുകാരനോ ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല, അല്ലേ? നമ്മുടെ സമൂഹം അത്രമാത്രം അടഞ്ഞതായതുകൊണ്ടും ഇത്രമാത്രം ഈ ഒരു ഒരു വിഷയത്തെ, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഇരുണ്ട ഒരു വിഷയമാണ് ഈ ഈ കാമനകളുടെ, തൃഷ്ണകളുടെ ലോകം. എന്നാലോ അതില്ലാതെ നമുക്ക് ജീവിതമുണ്ടോ? മനുഷ്യർക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റുമോ? എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ആനന്ദങ്ങളെ നമുക്ക് അടച്ച് പൂട്ടി വെച്ചിട്ടുള്ള ശീലമേ ഉള്ളൂ. നമുക്ക് ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാൻ അറിയുന്നേയില്ല. അത് അത് ആനന്ദം എന്താണെന്ന് കണ്ടെത്താൻ മനുഷ്യരെ പ്രേരിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്കൊരു ഒരു ഒരു പ്രേരണയാകണം എന്നതുകൊണ്ട് ഞാൻ എഴുതിയ പുസ്തകമാണത്. ഈ കഥകളും അവർക്കൊരു കുറേ പ്രണയകഥകൾ ഞാൻ എഴുതിയത് അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയവും രതിയും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മാനം കൂടി അതിനുണ്ട്. ഇതാണത്. അരുത് എന്ന് പറയുന്നതിനെ എങ്ങനെ ലംഘിക്കാം എന്ന് പറയുന്ന ഒരു ആനന്ദമാണത്. നിഷേധങ്ങളെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ഒരു ആനന്ദമാണ്. അത് ഇക്കാര്യത്തിൽ മാത്രമല്ല, ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിലും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ, സമരം ചെയ്യുമ്പോൾ, പോലീസിൻ്റെ അടി വാങ്ങിക്കുമ്പോൾ ഒക്കെ അനുഭവിക്കുന്നത്, നമ്മളത് ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിളാണ്, വേദനയാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു മുന്നോട്ട് പോക്ക് സാധിക്കുമ്പോൾ അത് നമുക്ക് തരുന്ന ആനന്ദം. ഇപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഒരുപാട് സ്ത്രീകളാണ്, ഒരുപാട് പെൺകുട്ടികളാണ് ഇന്ന് വളരെ സ്വതന്ത്രമായിട്ട് തങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയുകയും മുന്നോട്ട് പോവുകയും ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ കാലത്ത് നിന്ന് ഇവിടെ കുറേ സ്ത്രീകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം കാന്തൽ എന്ന് പറയുന്ന വാക്ക്, നേരത്തെ സന്തോഷം പറഞ്ഞില്ലേ, വേദന എന്ന് പറയും. സന്തോഷം എന്ന് പറയുന്നത് കുറച്ച് പെരിഫറൽ ആണെന്ന് പറയുന്നു. പക്ഷെ ആനന്ദം എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയാം. നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ മർദ്ദിക്കപ്പെട്ട് കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ നാം അനുഭവിക്കുന്ന വേദന എത്ര തീവ്രമാണോ അത്രയും അതിൻ്റെ ആനന്ദം നമുക്ക് അനുഭവിക്കാനാവുക അത്തരത്തിലുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുമ്പോഴാണ്. ഒരു ആദിവാസി മേഖല, ഈ കാന്തലില് മല്ലി എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. കഴിഞ്ഞ സെഷനിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. അത് CK ജാനുവാണ്. CK ജാനു എന്ന് പറയുന്നത്, എനിക്കറിയുന്നൊരു CK ജാനുവുണ്ട്, കേരളത്തിന് പൊതുവായിട്ട് അറിയുന്നൊരു CK ജാനുവുണ്ട്. എനിക്കറിയാവുന്ന CK ജാനു എന്ന് പറയുന്നത് ഒരു വലിയ വലിയ സ്ത്രീയാണ്. അവർ BJPയുടെ കൂടെ പോയപ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ പോയപ്പോഴോ ആ ജാനുവിനെ അല്ല ഞാൻ കാണുന്നത്. മറിച്ച് ആദിവാസികളുടെ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത, ലിറ്ററസി ഇല്ലാത്ത, എന്നാൽ നമ്മളെക്കാളൊക്കെ അറിവുള്ള, അതൊരു പ്രകൃതി ജ്ഞാനമാണ്. അങ്ങനെയുള്ള ഒരു വലിയ സ്ത്രീയെ, ജാനുവിനെ എനിക്കറിയാം. ആ ജാനുവാണ് കാന്തലിലെ മല്ലി എന്ന് പറയുന്നത്. അവരെ അറിയുക എന്ന് പറയുന്നത് തന്നെയും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആനന്ദം ആണ്. കാരണം അവരെ അറിയുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കൾച്ചർ നമ്മൾ അറിയാണ്. അവരുടെ വലിയ തരത്തിലുള്ള ഒരു എന്താ പറയുക, സ്പിരിച്വാലിറ്റി നമ്മൾ അറിയാണ്. കാടിൻ്റെയും ഗോത്ര ജീവിതത്തിൻ്റെയും അവരുടെ വിജ്ഞാനവും ഒക്കെ നമ്മൾ അറിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ വളരെ വ്യത്യസ്തമായിട്ടുള്ള മാനങ്ങളിൽ നമുക്ക് ആനന്ദത്തെ അറിയാൻ പറ്റും. അറിവിനെയും നമുക്ക് ആനന്ദമായിട്ട് തന്നെ അനുഭവിക്കാനായിട്ട് പറ്റും. നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയുമ്പോൾ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ചില വെളിച്ചമുണ്ട്, അല്ലേ? ചില എന്താ പറയുക, ഉയർച്ചകളുണ്ട്. അത് യഥാർത്ഥത്തിൽ ആനന്ദമാണ്. നമ്മൾ എന്തിനു പറയുന്നു, ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് പോലും വളരെ വളരെ ആനന്ദത്തോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. അതൊരു ഒരു സ്പിരിച്വൽ ഫീലിംഗ് ആയിട്ട് നമുക്ക് അനുഭവിക്കാനാകും. നല്ല രുചികൾ നമ്മൾ മനുഷ്യരെ വാരി വലിച്ചു കഴിക്കുന്നവരാണ്, അല്ലേ? പലപ്പോഴും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ, നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഒന്നില്ലെങ്കിൽ മൊബൈലിൽ നോക്കിയിട്ട്, അല്ലെങ്കിൽ TV നോക്കിയിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട്
ആ ഭക്ഷണത്തിൻ്റെ നിറമോ മണമോ രുചിയോ ഒന്നും അറിയാതെ നമ്മൾ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നു. ഓരോ ദിവസവും നമുക്ക് ആനന്ദത്തിനുള്ള വകകളുണ്ട്. യഥാർത്ഥത്തിൽ രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമുക്ക് ജീവിതത്തിൽ അത് നമ്മളെപ്പോഴും മൈൻഡ്ഫുൾനെസ് എന്ന് ഇന്നത്തെ ഭാഷയിൽ പറയും അല്ലേ? മൈൻഡ്ഫുൾനെസ്സോട് കൂടിയിട്ട് അതിൽ മാത്രം ഏകാഗ്രമായിക്കൊണ്ട് ചെയ്താൽ എന്തും ആനന്ദത്തിനുള്ളൊരു ഉപാധിയാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. സ്നേഹം അങ്ങനെയാണ്. ഞാൻ സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സൗഹൃദമാണെങ്കിലും മകളോടുള്ള സ്നേഹമാണെങ്കിലും കോംറേഡ്ഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം തീവ്രമാണ്. അത് ഭാഷയിലേക്ക്, എൻ്റെ എഴുത്തിലേക്ക്, കഥകളിലേക്കും നോവലിലേക്കും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ രണ്ടിനം ആൾക്കാരേ ഉള്ളൂ. ഒരിനം ആൾക്കാരെന്ന് പറയുന്നത് താഹാമാടായി എഴുതിയിട്ടുള്ള ആൾക്കാർ, ബാക്കി താഹാമാടായി എഴുതാനിരിക്കുന്ന ആൾക്കാർ. ഞാനൊക്കെ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ എന്നെങ്കിലും താഹാമാടായൊക്കെ എന്നെപ്പറ്റി എഴുതുമായിരിക്കും എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തില്ല. അങ്ങനെ എന്നെ ജീവനോടെ നിലനിർത്തുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഓർക്കാറുണ്ട്, ഈ വി.കെ. ശ്രീരാമൻ്റെ വേറിട്ട കാഴ്ചകളൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ TV എപ്പിസോഡ്സായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഏതാണ്ട് ആ സമയത്താണ് പുസ്തകങ്ങളുടെ ഒരു ഒഴുക്ക് വരുന്നത്. താഹാമാടായുടെ ഇത്രയധികം മനുഷ്യരെക്കുറിച്ച് എഴുതിയിട്ടുള്ള മറ്റൊരു മനുഷ്യൻ കേരളത്തിലുണ്ടാവില്ല. പലതരത്തിലുള്ള മനുഷ്യർ. അതിപ്പോൾ കൃഷ്ണലീല എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ക്യാപ്റ്റൻ കൃഷ്ണൻ നായരെ പറ്റി എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പുറം എരഞ്ഞോളി മൂസയെക്കുറിച്ച് എഴുതുന്നുണ്ട്. കല്ലയൻ പൊക്കുടനെക്കുറിച്ച് എഴുതുന്ന അതേ ആൾ തന്നെ ഫാബി ബഷീറിനെ കുറിച്ച് എഴുതുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പ്രശസ്തരല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള തെരുവുകളിൽ കണ്ടുമുട്ടുന്ന മനുഷ്യർ, അതേപോലെ ആ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ ഉപ്പിലിട്ട ഓർമ്മകൾ എന്നാണ്. ഞാൻ പറയായിരുന്നു, അതിൻ്റെ രണ്ടാമത്തെ എഡീഷൻ വന്നപ്പോൾ അതിൻ്റെ കവറിൻ്റെ ഭംഗി കൊണ്ട് മാത്രം, അതിൻ്റെ നൊസ്റ്റാൾജിയ കൊണ്ട് മാത്രം കയ്യിലിരുന്ന പുസ്തകം ഒന്നുകൂടെ മേടിച്ച ആളാണ്. ഞാനിങ്ങനെ ഇന്നലെ ഞാൻ ചെന്നൈയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു ട്രെയിൻ യാത്രയിൽ ഞാൻ വായിച്ചു തീർത്ത പുസ്തകം കുഞ്ഞു കുഞ്ഞു കഥകളിൽ ഒരു ആത്മകഥ എന്ന പുസ്തകമായിരുന്നു. പുതിയ പുസ്തകം, അതിൻ്റെ ടൈറ്റിൽ തന്നെ ആനന്ദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യരോടുള്ള ഇടപെടലുകൾ, ആ ഇടപെടലുകൾ പകർത്തി വെക്കുന്നതിലുള്ള ആനന്ദം, അതിൻ്റെ ചില വ്യത്യസ്തതകൾ, കൗതുകങ്ങളൊക്കെ പങ്കുവെക്കാൻ ഉണ്ടാകും താഹാമാടായിക്ക്. എന്തായാലും ബിപിൻ ചന്ദ്രൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. സത്യത്തിൽ മനുഷ്യരാണ് പുസ്തകം. അവരിലൂടെ നമ്മളിങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് എഴുതാവുന്ന കഥകളുണ്ട്, എഴുതാൻ കഴിയാത്ത കഥകളുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും, ചിലത് നമുക്ക് ഒരിക്കലും എഴുതാൻ കഴിയില്ല. അത് ചിലർ പറഞ്ഞ കഥകൾ നമുക്കൊരിക്കലും ഒരു ഭാഷയിൽ നമുക്കത് എഴുതാൻ കഴിയാത്ത ദുഃഖങ്ങളുണ്ട്. അത്ര തന്നെ വളരെ രസകരമായിട്ടുള്ള സന്തോഷങ്ങളുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് തന്നെ ആനന്ദം, ആ ഒരു സംഭവമാണ്. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുമ്പം ബിപിൻ അല്ലെങ്കിൽ സന്തോഷ്, ചന്ദ്രമതി അല്ലെങ്കിൽ ഷാജി കുമാർ നമ്മുടെ ബാല്യത്തെക്കുറിച്ചിട്ട് എഴുതുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരികളെ കുറിച്ചിട്ട് എഴുതുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള സെക്സിനെ കുറിച്ചിട്ട് എഴുതുമ്പോൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ നേരിട്ട തിരസ്കാരങ്ങളെക്കുറിച്ചിട്ടൊക്കെ എഴുതുമ്പോൾ, സ്നേഹത്തെക്കുറിച്ചിട്ടൊക്കെ എഴുതുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പരിമിതികൾ അനുഭവപ്പെടും. അപ്പം ജീവിതം എന്ന് പറയുന്നത് സത്യത്തിൽ ജീവിക്കുന്നത് പോലെ തന്നെ ജീവിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു നടക്കുന്നൊരു പോയിൻ്റ് ഉണ്ടാകും. ചിലപ്പോൾ ആ തിരിച്ചു നടക്കുന്ന പോയിന്റിലായിരിക്കും ഈ എഴുതാത്ത ജീവിതമാണ് ചിലപ്പോൾ സാഹിത്യമായിട്ട്. ഇപ്പം സന്തോഷും ഷാജി കുമാറൊക്കെ അല്ലെങ്കിൽ മറ്റാരും ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാരൊക്കെ ഈ ഫിക്ഷൻ എഴുതുന്നതിൻ്റെ ഒരു കാരണം പിന്നെ അവരുടെ ജീവചരിത്രത്തിലുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് ജീവിതമായിട്ട് തന്നെ എഴുതാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പം കുട്ടിക്കാലത്ത് എൻ്റെ അയൽപ്പക്കത്തുള്ളൊരു സ്ത്രീക്ക് ഞാൻ കത്തെഴുതി കൊടുക്കുമായിരുന്നു. അവരുടെ മകൻ ഗൾഫിലാണ്. അപ്പോൾ ഈ സ്ത്രീ, അവർക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പം മകന് വേണ്ടി മകൻ എഴുതുന്ന ഭാഷ എന്ന് പറയുന്നത്
സത്യത്തിൽ ഹൃദയത്തിൻ്റെ ചൂട് അനുഭവപ്പെടുത്തുന്നൊരു ഭാഷയാണ്. അവർ പറയുന്ന ആ ഭാഷ, അവരുടെ ആ സംസാരിക്കുന്ന ഭാഷയെ അതേ ചൂടോടുകൂടി എഴുതുക എന്നുള്ളതാണ് കത്തെഴുത്തുകാരൻ എന്നുള്ളതിൽ പ്രായമുള്ളൊരു ഉമ്മാമയായിരുന്നത്. അപ്പോൾ അവർ തേങ്ങയെക്കുറിച്ചിട്ട് എഴുതും, വീട്ടിലുള്ള ദാരിദ്ര്യത്തെക്കുറിച്ച് എഴുതും. മോനെ, നീ വന്നിട്ട് നിനക്ക് പെണ്ണ് കെട്ടിക്കേണ്ട കാര്യമുണ്ട്. അപ്പം ഈ സ്ത്രീ മനസ്സിൽ കാണുന്ന ഈ മകന് ആഗ്രഹിക്കുന്ന നാട്ടിലുള്ള പെൺകുട്ടികളെ കുറിച്ചിട്ട് എഴുതും. അങ്ങനെ ഒരു സ്ത്രീ എന്താണ് അവരുടെ മകനോട് പറയുന്നത് എന്ന് പറയുമ്പോൾ ആ കത്ത് എഴുതുന്ന സമയം ഞാൻ മനസ്സിലാക്കുകയാണ്, ഒരു സ്ത്രീയുടെ ജീവചരിത്രം എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ വീട് മാത്രമല്ല, ആ സ്ത്രീയുടെ വീട്ടിലുള്ള പറമ്പ്, തേങ്ങ, ആ നാട്ടിലുള്ള പെൺകുട്ടികൾ. അങ്ങനെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ പറയുന്നത് പോലെയുള്ള ഒരുപാട് അവകാശികൾ ഈ ജീവിതത്തിനുണ്ട് എന്ന് മനസ്സിലാകുന്നു. കുറേ കാലം എൻ്റെ ഒരു യൗവനത്തിൽ, ഞാൻ പെട്ടെന്ന് നിർത്താം, അല്ലെങ്കിൽ കൗമാരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ നിന്ന വീടുകളിലൊന്ന് സന്തോഷിൻ്റെ വീടാണ്. ഏച്ചിക്കാനം ഇപ്പോഴെൻ്റെ അടുത്തിരിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൽ അടുത്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സന്തോഷം എൻ്റെ വീട്ടിൽ വന്ന് കുറേ ദിവസം നിൽക്കും മാടായിൽ. ഞാൻ സന്തോഷിൻ്റെ ഏച്ചിക്കാനത്തെ നാലുകെട്ടിൽ പോയിട്ട്, തറവാട്ടിൽ പോയിട്ട് കുറേ നേരം നാലുകെട്ടിൽ കുറേ ദിവസങ്ങൾ നിൽക്കും. അപ്പോൾ സന്തോഷിൻ്റെ വീട്ടിലുള്ള കിണർ എന്ന് പറയുന്നത് നല്ല ആഴമുള്ള കിണറാണ്. മാടായിലുള്ള കിണർ അത്രയും ആഴമുള്ള കിണറല്ല. അപ്പോൾ പുലർച്ചെ എണീറ്റിട്ട് സന്തോഷം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആഴമുള്ള കിണറിൽ ഇങ്ങനെ ഈ നമ്മുടെ പഴയ ബക്കറ്റ് ഉണ്ടല്ലോ, ആ ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം കോരിയിട്ട് നമുക്ക് തരും കുളിക്കാൻ വേണ്ടിയിട്ട്. ഇന്നൊരു സുഹൃത്ത് അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഇതൊരു ഒരു ഒരു അതിശയോക്തി നിറഞ്ഞ പ്രസ്താവനയല്ല. സന്തോഷം എപ്പോഴും രാവിലെ എണീറ്റ് ഈ വളരെ ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് നമ്മൾ സുഹൃത്തുക്കൾക്ക് ആ വെള്ളത്തിൻ്റെ ഒരു തണുപ്പ് നൽകുന്ന ഒരു ആനന്ദമുണ്ട്. ഇപ്പം നമ്മൾ പിന്നീട് വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു ബാത്റൂമിൽ പോയിട്ട് ഷവറിലൊക്കെ കുളിക്കുമ്പോഴും ആ സമയത്ത് കുളിച്ച ആ ഒരു വെള്ളത്തിൻ്റെ ഒരു തണുപ്പ് അനുഭവപ്പെടുത്തുന്ന ഒരു ആനന്ദമുണ്ട്. അതുപോലെ ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരികളോടൊപ്പം ഞാൻ നമ്മുടെ നാട്ടിലുള്ളൊരു വയലിൽ കരിക്ക് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് ഇവിടെ എങ്ങനെയാണ് അറിയാമെന്നറിയില്ല. ഈ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നൊരു സംഭവമാണ്. ഈ കൂട്ടുകാരികളോടൊപ്പം കരിക്ക് കിളക്കാൻ വേണ്ടിയിട്ട് വയലിൽ പോകും. കുറേ മുസ്ലിം പെൺകുട്ടികളുണ്ടാവും, അടുത്തുള്ള റീനി ഉണ്ടാവും, ജോയ്സി ഉണ്ടാവും. ഇങ്ങനെ കൂട്ടുകാരികളോടൊപ്പമാണ് പോവുക. അങ്ങനെ ഈ കരിക്ക് പറിച്ചിട്ട് ഈ കൂട്ടുകാരി നമ്മുടെ നാവിൽ വെച്ച് തരുന്ന, അപ്പോൾ അതൊരു ഭയങ്കര രസമുള്ളൊരു ആനന്ദമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, മനുഷ്യരെ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ആഹ്ലാദം കണ്ടെത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. അതിലൂടെ ആയിരിക്കും നമ്മൾ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, അമ്മയിൽ നിന്ന്, അയൽക്കാരിൽ നിന്നൊക്കെ സന്തോഷം കണ്ടെത്തുന്നതാണ് എഴുത്തിലേക്കും ജീവിതത്തിലേക്കും ഒക്കെ മാറുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളുടെ ആനന്ദം മറ്റൊരാൾക്ക് ആനന്ദമാകണമെന്നില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസുമുണ്ട്. പണ്ട് ജനം എന്ന് പറയുന്ന ഒരു ചെറുകഥയുമായിട്ടൊരു ചെറുപ്പക്കാരൻ രംഗത്തിറങ്ങി. അപ്പോൾ കഥ എഴുതാൻ ആഗ്രഹിച്ചിട്ട് കഥ എഴുതാൻ പറ്റാതിരിക്കുന്ന എനിക്ക് ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടായി. നമ്മളെയൊക്കെ പ്രായം കുറഞ്ഞ ഒരു ചെറുക്കൻ ഇതേ കഥാസമാഹാരമൊക്കെ ആയിട്ട് വരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ വെള്ളരിപ്പാടം എന്ന് പറയുന്ന ഒരു സമാഹാരം വരുന്നു. അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിക്കുന്നു. നമ്മളങ്ങ് സഹിച്ചു, ക്ഷമിച്ചു. പിന്നെ ഉള്ളാൾ വരുന്നു, കീക്കാങ്കോട് LP സ്കൂൾ വരുന്നു, സ്ഥലം വരുന്നു, അങ്ങനെ ചെറുകഥകളുടെ ഒരു പരമ്പര. അതിനുശേഷം 3 ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകങ്ങൾ. അതിനുശേഷം മരണവംശം എന്ന് പറയുന്ന 25 പതിപ്പടിക്കുന്ന, ഞാനൊക്കെ ഒരു നോവൽ എഴുതിയിട്ട് കരഞ്ഞും തൂറിയും ഒരു 10 എഡീഷനായിട്ടേ ഉള്ളൂ. അപ്പോൾ 25 എഡീഷനിലേക്ക് ഇരച്ചു കയറുന്ന മരണവംശം കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ചെറിയ ചൊറിച്ചിലും സങ്കടവും ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ സഹിച്ചിട്ട് ഈ കാലമാടൻ സിനിമയും എഴുതാൻ തുടങ്ങി. അതാണ് എൻ്റെ അരിക്കാശ്. അപ്പോൾ മറ്റൊരാൾ വരുമ്പോൾ നമ്മുടെ കഞ്ഞിക്കകത്ത് പാറ്റയിടാൻ വരുന്ന ഒരാളായിട്ടാണല്ലോ നമ്മൾ നമ്മുടെ എതിരാളിയെ കാണുക. അത് തീരെ എനിക്ക് സൂചിച്ചില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ അസൂയപ്പെടുമ്പോഴും നമ്മൾ ഇതൊക്കെ വായിച്ച് ആനന്ദിക്കുന്നുണ്ട്. ഷാജികുമാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ കേരളത്തിൽ എത്രയോ ആൾക്കാരെ ആനന്ദിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഷാജിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഷാജി പറയുന്നത്,
എഴുത്ത് എനിക്ക് വലിയ ആനന്ദമൊന്നുമല്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഷാജിയുടെ ആനന്ദം? വേറെ ചില കുൽസിതങ്ങളൊക്കെയാണ് ആനന്ദമെന്ന് എനിക്കറിയാം. എല്ലാവർക്കും നമസ്കാരം. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 9ാം പതിപ്പിൻ്റെ ഭാഗമായി ഇവിടെ വരാനും നിങ്ങളോട് സംസാരിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമായി അറിയിക്കുന്നു. ആനന്ദം പല കാലങ്ങളിൽ എന്നാണ് ഈ സെഷൻ്റെ വിഷയം. അപ്പോൾ ഇത് വിളിച്ചിട്ട് എന്നോട് പറയുമ്പോൾ എനിക്ക് ഈ ആനന്ദം എന്നെല്ലാം പറയുന്ന സാധനം കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. കാരണം ജീവിതത്തിൽ അങ്ങനെ വലിയ ആനന്ദം അനുഭവിക്കാത്ത ഒരാളാണ് ഞാൻ. ജീവിതം എന്ന് പറയുന്നത് സങ്കടമാണ്, ശോകമാണ് എന്ന് കുട്ടിക്കാലത്തെ തിരിച്ചറിഞ്ഞ ലോകം ശോകമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അത് ആദ്യമായി എന്നെ ആ തിരിച്ചറിവ് ഉണ്ടാക്കിയത് മരണവംശത്തിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആത്മഹത്യ ചെയ്തപ്പോൾ ഒരു പാവം മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ആത്മഹത്യ കാരണം മലയാളിക്ക് ഒരു പൊതുസ്വഭാവമുണ്ടല്ലോ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് മരണകാരണം എന്ന് അന്വേഷിക്കാൻ നമ്മളുടെ ഒരു ത്വരയാണല്ലോ. എനിക്കില്ല, സന്തോഷത്തിനും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത് അന്വേഷിക്കാൻ പോയവർ എവിടെ നോക്കിയിട്ട് ഇങ്ങനെ ആദ്യം ആത്മഹത്യക്കുറിപ്പ് നോക്കി. ആത്മഹത്യക്കുറിപ്പ് നോക്കിയിട്ടാകുമ്പോൾ ഈ പണ്ടത്തെ വീട്, ചാണകം മെഴുകിയ വീട്, തറ, ആ തറയിലൊരു പലയുണ്ട്. പലയൻ്റെ അടിയിൽ ഇയാൾ ആത്മഹത്യക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ആകാംക്ഷയോടെ ഈ ആത്മഹത്യക്കുറിപ്പ് എടുത്ത് നോക്കി വായിച്ചു അയാൾ അറിയാതെ ചിരിച്ചു പോകും. അപ്പോൾ മറ്റാൾ പറഞ്ഞാൽ മരിച്ചെടുത്ത് ചിരിക്കല എന്താന്ന് നോക്കിയിട്ട് മറ്റാൾ നോക്കുമ്പോൾ അയാളത് വായിച്ചിരിക്കും. അവസാനം ഇത് എല്ലാവരും അടക്കപ്പിടിച്ചുകൊണ്ട് ഇത് വായിച്ച് അവസാനം ഇയാൾ എഴുതിയത് എന്താണെന്ന് പുറം ലോകം അറിയുന്നു. അയാൾ ഇത്രയാണ് എഴുതിയത്: ഈ ലോകം വെറും മൈരാന്ന്, ഈ ലോകത്ത് ഒരു മൈരും നടക്കൂല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പ്. അപ്പോൾ അത് അന്ന് ആൾക്കാർ ചിരിച്ചുകൊണ്ട് നേരിട്ടെങ്കിലും പിന്നീട് നമ്മളെ നാട്ടിൽ ഈ സങ്കടപ്പെടുമ്പോൾ, നിരാശരായിരിക്കുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോഴൊക്കെ ആളുകൾ സ്വയം പറയുന്നൊരു വാക്യമാണ്, ഫിലോസഫി പോലെ പറയുന്നൊരു വാക്യമാണ്, ഈ ലോകം ഒരു മൈരാണ്, ഈ ലോകത്തൊരു മൈരും നടക്കൂല. അത് കുട്ടിക്കാലത്തെ തിരിച്ചറിഞ്ഞ ഒരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ലോകം ശോകമാണെന്ന് തോന്നി. അപ്പോൾ ഈ ആനന്ദത്തിൻ്റെ പരപ്പ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിൽ ആനന്ദത്തെക്കുറിച്ച് എന്ത് സംസാരിക്കാനാണ്? കാരണം ആനന്ദത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടംപോലെ മനുഷ്യരുണ്ട്. ബോബി ജോസ് കട്ടിക്കാട്, പിന്നെ ജോസ് എന്നൻകുട്ടി ജോസ്, ഷൗക്കത്ത്. നമ്മൾ എഴുത്തുകാർ എന്താണ് ആനന്ദത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പേരുകളിൽ തന്നെ എല്ലാവരിലും ആനന്ദമുണ്ട്. സന്തോഷ് ചിക്കാനത്തിലൊരു ആനന്ദമുണ്ട്, സന്തോഷ്. ബിപിൻ ചന്ദ്രനിലൊരു ചന്ദ്രനുണ്ട്, ചന്ദ്രയേച്ചിലൊരു ചന്ദ്രയുണ്ട്. അവസാനം താഹയുടെ പേരിൻ്റെ അർത്ഥം ഞാൻ വരുമ്പോൾ സെർച്ച് ചെയ്തു. പരിശുദ്ധനായ ആനന്ദം അനുഭവിക്കുന്ന ആൾ. സത്യം ഞാൻ നോക്കി, താഹ സെർച്ച് ചെയ്താൽ മതി. എൻ്റെ പേര് മാത്രം ഷാജി, ഒട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത ഒരു അലമ്പ് പേര്. അപ്പോൾ ഇതിൽ എന്നെ ഉൾപ്പെടുത്തിയതിൻ്റെ ഒരു പ്രശ്നമാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ആനന്ദത്തെക്കുറിച്ച് എഴുത്തിൽ എനിക്കൊരു ആനന്ദം ഇതേവരെ കിട്ടിയിട്ടില്ല. ഭയങ്കര വൃത്തിയായിട്ടൊരു പരിപാടിയാണ് എഴുത്ത് എന്ന് പറയുന്നത്. സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഞാൻ എല്ലാ കഥയും നോവലും ഇനി ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഒരവസ്ഥയാണ് എഴുത്ത് എന്ന് പറയുന്നത്. എഴുതി കഴിഞ്ഞിട്ടും വലിയ ആനന്ദം, വായിച്ച് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സന്തോഷം തോന്നും. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് എഴുത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ച് പറയുന്നത് ഞാനല്ല, അത് സന്തോഷമായിട്ട് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ വേറെ കുറച്ച് ആനന്ദങ്ങളെക്കുറിച്ച് പറയാം. അതായിരിക്കും ആനന്ദമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. നിങ്ങൾ രമണീയം ഒരു കാലം എന്ന MTയുടെ ലേഖനം വായിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പണ്ട് ചങ്ങമ്പുഴയുടെ രമണൻ എന്ന പുസ്തകം അവർ വീട്ടിലിരുന്നുകൊണ്ട് MTയും സഹോദരങ്ങളും ഇങ്ങനെ എഴുതിയ ഒരു ലേഖനം. ആ ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കൃതി എത്ര ഗംഭീരമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേഖനം. അതേപോലെ ഒരു പുസ്തകത്തിൻ്റെ പേരിൽ എൻ്റെ നാട്ടിൽ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ഭ്രാന്ത് എന്നാണ്. ആ പുസ്തകം എഴുതിയത് പമ്മൻ എന്നാണ്. പമ്മൻ എഴുതിയ ഭ്രാന്ത് എന്നുള്ളൊരു പുസ്തകം. ഇപ്പോഴത്തെ ജെൻസി തലമുറയ്ക്ക് ആ പുസ്തകത്തെക്കുറിച്ച് അറിയില്ല. അത് നമ്മുടെ ഈ മൊബൈലും TV ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മളെ കാലത്തെ യുവാക്കളുടെയും കുറച്ച് യുവതികളുടെയും കാമനകളെ സംതൃപ്തിപ്പെടുത്തിയ ഒരു നോവലാണ്. വിപിനൊക്കെ അത് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ അത് വായനശാലയിൽ വന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അതിലത്തെ എല്ലാ പേജിലും മറ്റേ ലൈംഗിക വർണ്ണനകൾ ഉണ്ടാവും. അപ്പോൾ ഒരു ബിരുദൻ ഇതിങ്ങനെ അടിയിൽ വരയിട്ട് വെക്കും. ഇവിടെ എല്ലാം ഈ പേജിൽ 28-ാം പേജിലുണ്ട്, 150-ാം പേജിലുണ്ട്, 32-ലുണ്ട്. അപ്പോൾ എല്ലാവരും വേഗം അത് എടുത്തെടുത്ത് വായിക്കും. പിന്നെ എന്ത് ചോദിച്ചാൽ ഓരോ ആൾക്കാരും ഈ അണ്ടർലൈൻ ഇട്ട സാധനങ്ങൾ കീറിയിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ തുടങ്ങി. വീട്ടിൽ കൊണ്ടുപോകാനും ഞാൻ പഠിക്കുന്ന സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് പരസ്പരം ക്ലാസ് മുറിയിരുന്ന് വായിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ലൈബ്രറിയിൽ നോക്കുമ്പോൾ ഈ പുസ്തകം ആകെ 300 പേജിലധികമുള്ള ഈ പുസ്തകം 25 പേജായി. അപ്പോൾ ഉടൻ ജനറൽ ബോഡി യോഗം വിളിച്ചു. അപ്പോൾ അന്ന് വരെ ഒരു പുസ്തകവും വായിക്കാത്ത നമ്മളെ നാട്ടിലെ മനുഷ്യന്മാരെല്ലാം ജനറൽ ബോഡിക്ക് എന്നിട്ട് പറയുകയാണ്, ഇത് അക്ഷരത്തോടും പുസ്തകത്തോടും ചെയ്യുന്ന അക്ഷന്തിമമായ അപരാധമാണ് എന്ന് പറഞ്ഞിട്ട് വൻ ചൂട് പിടിച്ച ചർച്ച. ഇത് ആര് ചെയ്താലും
ഇങ്ങനെ ചെയ്തവനായാലും വെളിച്ചത്ത് കൊണ്ടുവരണം, ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ആരും ഒന്നും പറയുന്നത് അങ്ങനെ ചർച്ച ചൂടിപ്പിടിച്ച സമയത്ത് ഈ പമ്മൻ്റെ ഭ്രാന്തിൻ്റെ 4 പതിപ്പുകൾ പിന്നെ വായനശാലയിലേക്ക്, അന്ന് നമ്മൾ സി ഗ്രേഡ് ഇ ഗ്രേഡ് ലൈബ്രറിയാണ്, അത്രയും പുസ്തകം വായിക്കാൻ പൈസ കിട്ടും. അപ്പോൾ സ്വന്തം ചിലവിൽ ഈ 4 പതിപ്പുകൾ ഭ്രാന്ത് എന്ന് പറയുന്ന പമ്മൻ്റെ 4 പതിപ്പുകൾ കൊണ്ടുവരികയും ആ 4 പതിപ്പുകൾക്ക് ഇതേ വിധിയായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ 25 പേജായിട്ട് ഈ ഭ്രാന്ത് ചുരുങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ള കാമനകളിലാണ് നമ്മളുടെ യൗവനം വളർന്നത്. അത് ആനന്ദം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആനന്ദമുണ്ട്. ഇപ്പോൾ പലതരം ആനന്ദങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ ആനന്ദിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് ആൾക്കൂട്ടത്തിൻ്റെ ആനന്ദമുണ്ട്. ഈ അടുത്ത് റഹീമിൻ്റെ ഇംഗ്ലീഷ് മോശമാണ് എന്ന് പരിഹസിക്കുന്ന ആൾക്കൂട്ട ആനന്ദം നമ്മൾ കണ്ടു. റഹീം ഉന്നയിച്ച രാഷ്ട്രീയത്തെ മറക്കുകയും റഹീമിൻ്റെ ഇംഗ്ലീഷിനെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു ആൾക്കൂട്ടമുണ്ട്. ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അയാൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ അയാളുടെ വീട്ടിലേക്കും അയാളുടെ സോഷ്യൽ മീഡിയയിലും വന്ന് തെറി വിളിക്കുന്ന ഒരു ആനന്ദം നമ്മൾ കണ്ടു. അങ്ങനെ പലതരം ആനന്ദങ്ങൾ. ഇപ്പോൾ എല്ലാ മനുഷ്യരും ആത്യന്തികമായി തേടുന്നത് ആനന്ദത്തെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇപ്പോൾ ശ്രീബുദ്ധൻ ഓളെയും മക്കളെയും വിട്ടിട്ട് പിന്നെ രാജ്യം വിട്ടുപോയത് ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് മനുഷ്യൻ ദുഃഖിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ശ്രീബുദ്ധൻ പോയത്, അല്ലേ? അവസാനം അയാൾ ഉത്തരം കണ്ടെത്തി. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം എന്ന് അദ്ദേഹം കണ്ടെത്തുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരും, ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ പോലും, ഇപ്പോൾ ഉമ്മൻചാണ്ടി ആയാലും, മരിച്ചുപോയ ഉമ്മൻചാണ്ടി ആയാലും, വി ഡി സതീശനായാലും, പിണറായി വിജയനായാലും, ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ അവരുടെ രാഷ്ട്രീയ സേവനങ്ങളിലൂടെ ആനന്ദത്തിൻ്റെ ഒരു പാത കണ്ടെത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സമയപരിമിതി മൂലം നിർത്തുന്നു. കാരണം ഇത് അങ്ങനെ കുറച്ചുകൂടി പറയേണ്ട സംഭവങ്ങളാണ്. പക്ഷേ 13:01 എന്നുള്ള സംഭവമുണ്ട്. അതുകൊണ്ട് ആനന്ദത്തെക്കുറിച്ചുള്ള സംസാരം ഞാനിവിടെ തൽക്കാലം നിർത്താം. ഇതിനകത്ത് ജോൺ അബ്രഹാമിൻ്റെ ഒരു കഥയുണ്ട്. അപ്പോൾ അതിലെ കഥാനായകൻ്റെ പേര് ആനന്ദരാമൻ എന്നാണ്. ആനന്ദരാമൻ കാഴ്ചയുടെ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല നേത്രരോഗ വിദഗ്ധന്മാരെയും കാണുന്നുണ്ട്. അത് കാറ്ററാക്റ്റിൻ്റെ ചികിത്സ തേടി, ഷോർട്ട് സൈറ്റിനും ലോങ് സൈറ്റിനും ഈ മയോപ്പിയ എന്നൊക്കെ പറയുന്ന സംഗതികൾക്കൊക്കെ ചികിത്സ തേടി അവസാനം അനന്തരാമൻ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. തൻ്റെ പ്രശ്നം കാഴ്ചയുടേതല്ല, കാഴ്ചപ്പാടിൻ്റേതാണ് എന്ന് അയാൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ സൈറ്റിൻ്റേതല്ല, ഇൻസൈറ്റിൻ്റേതാണ് തൻ്റെ പ്രശ്നമെന്ന് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഷാജി പറഞ്ഞതുപോലെ വേണമെങ്കിൽ നമ്മളൊരു കണ്ണാടിയിൽ നോക്കിയാൽ, ഒന്നാഴ്ന്ന് ചിന്തിച്ചാൽ, ലോകമല്ല മയിര്, ഞാനാണ് മയിരൻ എന്ന് വേണമെങ്കിലും നമുക്ക് സ്വയം തിരിച്ചറിയാവുന്നതാണ്. അപ്പോൾ നൈസായിട്ടൊരു തെറി വിളിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ചറിയുന്ന ചില വൈകി തിരിച്ചറിയുന്ന ചില അറിവുകളുണ്ട്. അപ്പോൾ ഈ ആനന്ദം ചിലപ്പോഴൊക്കെ ഹോം മെയ്ഡ് കൂടിയാണ്. ബോബി ജോസ് കട്ടിക്കാടിൻ്റെ ആനന്ദം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതിൻ്റെ ബാക്ക് കവറിൽ ഒരു കാർഡ്ബോർഡ് കഷണത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വരികളാണ്. ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ്. അപ്പോൾ എഴുത്തിലൂടെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു 2 മിനിറ്റ് വെച്ച് വർത്തമാനം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അവരുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ ഈ ആനന്ദം ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയ എങ്ങനെയാണ് നമ്മൾ ആനന്ദത്തെ തേടുന്നത്? വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം ഓരോരുത്തരും ഒന്ന് പറഞ്ഞു പോയാൽ നല്ലതായി. അല്ല, ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറയേണ്ടി വരും, സമയമില്ല എന്നത്. ഇപ്പം ഞാൻ ഒരു കഥേനെ വെച്ച് പറയാം. കാരണം ഇപ്പോൾ ഓരോരാൾക്കും ഓരോ രീതിയിലുള്ള ആനന്ദമാണ്. ഇപ്പോൾ ചിദാനന്ദം എന്നിട്ടൊരു കഥയുണ്ട്. എൻ പ്രഭാകരൻ്റെ കഥയാണ് ചിദാനന്ദം. സംഭവം എന്ന് വെച്ചാൽ ചെറിയൊരു സംഭവം മാത്രമേ ഉള്ളൂ. നാട്ടിലെ വളരെ അവിടുത്തെ പ്രധാനപ്പെട്ട മാഷും, കുറച്ച് കാലം മുമ്പുള്ള പ്രധാനപ്പെട്ട മാഷും അവിടെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഒക്കെ ആയിട്ടുള്ള നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി. അതുവരെ ആളുകൾ പോകുമ്പോൾ, ഇയാൾ നടന്നു പോകുന്ന സമയത്ത് ആളുകൾ മുണ്ടഴിച്ചിടുന്നു, അതുപോലെ തന്നെ മാടിക്കുത്തഴിച്ചിടുന്നു, ഈ പറയുന്ന പോലെ തൊഴുന്നു, അങ്ങനെ വളരെ ബഹുമാനിച്ച് ഇതാണ് നമ്മുടെ ആർക്കും ഇങ്ങനെ ആവണം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വ്യക്തി. അങ്ങനെയുള്ളൊരു മാഷ് അദ്ദേഹം മരിക്കുകയാണ്. ആ മരിക്കുമ്പോൾ ആൾക്കാരൊക്കെ വരുന്നു, പല സ്ഥലത്തുനിന്ന് ചെറുപ്പക്കാരൊക്കെ വരുന്നു. കാരണം മാഷെ ഇവിടത്തേക്ക് ക്രിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് ശ്മശാനത്തിലേക്ക് എത്തിക്കേണ്ട ചുമതല എൻ്റേതാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ് അത് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ മത്സരിക്കുന്നത്, ചെറുപ്പക്കാർ. അങ്ങനെ ചെറുപ്പക്കാരവിടെ കൊണ്ടുപോകുന്നു, ചിതയിൽ വെക്കുന്നു. ചിതയിൽ വെച്ച ഉടനെ വെക്കുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട് 2 എണ്ണം അടിക്കണം. അപ്പോൾ എന്തായാലും പിന്നെ ചത്താലും ജീവിച്ചാലും കല്യാണം കഴിച്ചാലും എപ്പോഴും അടിയാണല്ലോ മൊത്തം. അപ്പോഴേക്ക് നേരെ ബ്രാൻഡ് പറയുന്നു, 3-4 കുപ്പി കൊണ്ടിരുന്നു, ആൾക്കാരൊക്കെ അടിക്കുന്നു. ഗംഭീരമായിട്ട് ശവദാഹം നടക്കുകയാണ്. ശവദാഹം കഴിക്കുമ്പോഴേക്കും ഈ കുപ്പിയെല്ലാം തീർന്നു.
4 കുപ്പി 5 കുപ്പിയും തീർന്നു കഴിഞ്ഞിട്ട് ശവം കത്തിയിട്ട് അതിൻ്റെ കനൽ, അദ്ദേഹത്തിൻ്റെ ചാരവും അസ്ഥികളൊക്കെ താഴെ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുകളിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പോലെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ ചാരം മൂടിക്കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുകളിൽ പിന്നെ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ അങ്ങോട്ട് ചാടുന്നു, ഒരാൾ ഇങ്ങോട്ട് ചാടുന്നു. അതിൻ്റെ മുകളിൽ നൃത്തമാണ്. അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു. അത് പിന്നെ ഒരു നൃത്തമായിട്ട് രൂപപ്പെടുന്നു. ഈ കഥയുടെ പേരാണ് ചിദാനന്ദം എന്നുള്ള കഥയുടെ പേര്. അപ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ അവസ്ഥ, ഇപ്പോൾ നേരത്തെ ഷാജു പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം, അത് ഫെമിനിസത്തിനെ ബാധിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഫെമിനിസ്റ്റുകളെ എന്നത് ബാധിക്കുന്നു. അത് ഫെമിനിസ്റ്റിന് വളരെ വ്യത്യസ്തമായിട്ട് വേറെന്തോ ഒരു അവസ്ഥയാണ്. ഇപ്പം ഈ ടെക്നോ കൾച്ചർ വന്നതിന് ശേഷം മനുഷ്യർക്ക് ഉണ്ടാകുന്ന വല്ലാത്ത എന്തോ ഒരു അസുഖമുണ്ട്. അപ്പോൾ ആ അസുഖത്തിൻ്റെ ഭാഗമാണത്. ശരിക്കും എനിക്കങ്ങനെ തോന്നുന്നു. അപ്പോൾ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞല്ല. കാരണം അതിലെന്താണ് സംഭവിക്കുന്നത്? തലേ ദിവസം ഈ ആത്മഹത്യ ചെയ്ത ആളെ നമ്മൾ ആക്രമിക്കുന്നു. പിറ്റേ ദിവസം ആ ആത്മഹത്യക്ക് അയാളെ പ്രേരിപ്പിച്ച, സൈബർ ബുള്ളിങ് നടത്തിയ ആ പെൺകുട്ടിയെ എന്ത് ചെയ്യുന്നു? ആ യുവതിയെ ആൾക്കാർ ആക്രമിക്കുന്നു. അപ്പം ഇത് എവിടെയാണ് ആനന്ദത്തിൻ്റെ ഒരു തുടക്കവും അവസാനവും എവിടെയാണ്? ഇതാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും. കാരണം ഇവിടെ തലേ ദിവസം വരെ നടന്നു പോകുന്ന സമയത്ത് മാടിക്കുത്തഴിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ ഇതാണ്, ഇദ്ദേഹത്തിനെ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഒരു സമൂഹം അദ്ദേഹത്തെ അന്ന് കത്തിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? നൃത്തം ചെയ്യുകയാണ്, ആനന്ദ നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ ഓരോരാൾക്കും ഓരോ രീതിയിലുള്ള ആനന്ദങ്ങളാണ്, അല്ലേ? ഓരോരാൾക്കും ഓരോ രീതിയിലുള്ള ആനന്ദങ്ങളാണ്. നമ്മുടെ എന്താണ്, ഈദി അമീന് ആൾക്കാരെ കൊന്നിട്ട്, അത് അമേരിക്ക ഉണ്ടാക്കിയതെന്ന് പറയാൻ പറ്റില്ല. ഈദി അമീന് ആൾക്കാരെ കൊന്നിട്ട് മാംസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കുക്ക് ചെയ്ത് കഴിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ആനന്ദം. അതാണത്. ഹിറ്റ്ലറിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് ആൾക്കാരെ എടുത്തിട്ട് ഗ്യാസ് ചേമ്പറിൽ ഇടുക എന്നുള്ളതാണ് ഹിറ്റ്ലറിൻ്റെ ആനന്ദം. സ്റ്റാലിൻ്റെ ആനന്ദം എഴുത്തുകാരൻ മുഴുവൻ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ്. അത് ഓരോരാളുടെ ആനന്ദമാണ്. എഴുതുന്നതിൽ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം, ഇവനെ എഴുതുന്നതിൽ ആനന്ദം കിട്ടുന്നത് എന്ന് ഞാൻ പറയുന്നത്. എനിക്ക് എഴുതുന്നതിൽ എനിക്ക് ആനന്ദം കിട്ടുന്നത്, എനിക്ക് ആകെ കിട്ടുന്നൊരു സംഭവം ആനന്ദം എഴുതുന്നതിൽ മാത്രമേ ഉള്ളൂ. വേറെ ജീവിതത്തിൽ പിന്നെ വലിയ ആനന്ദമൊന്നും എനിക്ക് അനുഭവിച്ച കഴിയത്തില്ല. ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന വല്ലാത്തൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. അത് തന്നെയാണ് എൻ്റെ ആനന്ദം എന്ന് എനിക്ക് തോന്നുന്നു. സ്പിരിച്വാലിറ്റി തന്നെ. പലപ്പോഴും നമ്മൾ ഈ ആനന്ദവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ, പൊതു സദസ്സുകളിൽ ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് ലൈംഗികത. പക്ഷെ അത് ലൈംഗികതയുടെ ആനന്ദത്തെക്കുറിച്ച് വളരെ തുറന്ന് എഴുതിയിട്ടുള്ള ഒരാളാണ് CS ചന്ദ്രിക. ചന്ദ്രിക ചേച്ചി ഒരു പൊതു സമൂഹത്തിനോട് ഇതിങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആനന്ദങ്ങളെ, സന്തോഷങ്ങളെ മൊത്തം ഈ പ്രഷർ കുക്കറിനകത്തേക്ക് അടച്ച് പ്രഷർ തെങ്ങി നിൽക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റുന്നതിൽ നമുക്കെല്ലാവർക്കും തന്നെ പങ്കുണ്ട്. നമ്മൾ മാറി നിന്നിട്ടല്ല, നമ്മൾ ഇതിനകത്ത് ഇമേഴ്സ് ചെയ്ത് നിന്നുകൊണ്ട്, ഈ ചെളിക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ആനന്ദത്തിൻ്റെ തുറവികൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമല്ലേ? എഴുത്തുകളിലൂടെ അത്തരത്തിലുള്ള പ്രമേയങ്ങൾ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഓടിച്ച്, ഫിക്ഷനിൽ കൈകാര്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഓടിച്ച് ഒരു 2 മിനിറ്റിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, എനിക്ക് 2 തരത്തിലാണ് വലിയ ആനന്ദം ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഒന്ന് എഴുതുമ്പോഴാണ്. എഴുതാതിരുന്നാൽ വലിയ വേദനയാണ്, മരിക്കുന്നത് പോലെ തോന്നും. ഒരു ഗ്യാപ്പൊക്കെ വന്ന് കുറേ നാൾ എഴുതാൻ പറ്റാത്തതിൻ്റെ സങ്കടം കൊണ്ടാണ് ഞാൻ ജോലി രാജിവെച്ചിട്ട് കാന്തൽ എഴുതിയത്. അതുപോലെ തന്നെയാണ് പ്രണയമാണ് എൻ്റെ മറ്റൊരാനന്ദം. പ്രണയം ഇല്ലെങ്കിൽ ജീവിതം ഇല്ല, മരിച്ചതുപോലെയാണ് എന്ന് പറയുന്ന അവസ്ഥയാണ്. ഈ രണ്ടും നമ്മളിങ്ങനെ തിരിച്ചറിയുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് കൊണ്ടും കൂടിയാണ്. ദാരിദ്ര്യമുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ആയിരിക്കില്ല ആഗ്രഹിക്കുക, എന്തെങ്കിലും 3 നേരം ഭക്ഷണം കിട്ടണം എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ആപേക്ഷികമാണ്. പക്ഷേ എന്നാൽ പോലും അപ്പവും റോസാപ്പൂവും എന്ന് പറയണ പോലെയാണ്, നമുക്ക് ഭക്ഷണവും വേണം, നമുക്ക് പ്രണയവും വേണം, അല്ലെങ്കിൽ സ്നേഹവും വേണം. നമ്മളെല്ലാവരും കുടുംബം, ദാമ്പത്യം, അങ്ങനെയുള്ള ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ്. ഒന്നാമത്തെ കാര്യം, ഇതൊരു വളരെ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള സമൂഹമാണ്. സ്ത്രീ പുരുഷനെ കല്യാണം കഴിക്കുക, പുരുഷൻ സ്ത്രീയെ കല്യാണം കഴിക്കുക. ഇത് മാത്രമൊന്നുമല്ല, ഇതിനപ്പുറത്തും ഒരു എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷുവാലിറ്റികൾ ഉണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ പറയുക, എന്താ പറയുക, ക്യൂറായിട്ടുള്ള മനുഷ്യരും ഉണ്ട്. പുരുഷന് പുരുഷനോട് സ്നേഹം തോന്നും, സ്ത്രീക്ക് സ്ത്രീയോട് സ്നേഹം തോന്നും, ഒരാൾക്ക് 2 പേരോട്
രണ്ടുപേരോടും ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് രണ്ടുപേരോടും പ്രണയം തോന്നും, സെക്ഷൽ ഡിസയറും തോന്നും. ഇതെല്ലാം വളരെ ജനാധിപത്യപരമായിട്ട് സ്വതന്ത്രമായിട്ട് ഒട്ടും ഹിംസയില്ലാതെ എന്താ പറയുക, ഒരാളിൽ എന്താ പറയുക, നമ്മൾ ഒരാളെ ചൂഷണം ചെയ്യാതെ ഉള്ള ഒരു സമൂഹമാണെങ്കിൽ അതായിരിക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ആനന്ദമുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബം തന്നെ എടുത്തു നോക്കുക. നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ പുരുഷന്മാർ എങ്ങനെയാണ് അവരുടെ സന്തോഷങ്ങളെ പിന്നെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞ് രാത്രി ബെഡ്റൂമിൽ വരുമ്പോൾ ചെയ്യാനുള്ളൊരു കാര്യം മാത്രമാണ് ലൈംഗികത എന്ന് പറയുന്നത്. അത് അങ്ങനെ ആവുന്നത് വലിയ സങ്കടമാണ്. അതൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള രീതി എന്ന് പറയുന്നത്. അത് ജീവിതം മുഴുവനും എല്ലാ സമയത്തും പക്ഷെ സ്നേഹമുണ്ടാവണം. എൻ്റെ കാന്തലിൽ മിത്രയോട് മകൾ ചോദിക്കുന്നുണ്ട്, മകൾ ജലക്കുട്ടി, അമ്മ ഡെമി സെക്ഷൽ ആണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വെച്ചാൽ പലതരത്തിലുള്ള സെക്ഷുവാലിറ്റി ഉള്ള മനുഷ്യരുണ്ട്. ഡെമി സെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹമുള്ള ഒരാളോട് മാത്രം, പ്രണയിക്കുന്ന ആളോട് മാത്രം സെക്സ് സാധ്യമാകുന്ന സെക്ഷുവാലിറ്റിയാണ് ഡെമി സെക്ഷൽ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ വീടുകളിൽ പ്രണയമൊന്നും ഇല്ല അല്ലേ? പലപ്പോഴും അറേഞ്ച്ഡ് മാരേജ് ആണ്. ജാതി നോക്കി, മതം നോക്കി, ജാതകം നോക്കി, ധനസ്ഥിതി നോക്കി, വിദ്യാഭ്യാസം നോക്കി, ജോലി നോക്കി ഒക്കെ ആലോചിച്ച് നടത്തുന്ന കല്യാണങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രണയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. തീരെ ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. കിട്ടിയ ചില ഭാഗ്യമുള്ള മനുഷ്യർ തമ്മിൽ അങ്ങനെയുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു നമ്മുടെ ലൈംഗികത എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടില്ല ഈ സമൂഹത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കണ്ടെത്താനായിട്ട് നല്ല സാഹിത്യം സഹായിക്കും, നല്ല സിനിമകൾ സഹായിക്കും, നല്ല സംഗീതം സഹായിക്കും, പ്രകൃതി സഹായിക്കും. ഈ പറഞ്ഞ പോലെ അതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അന്വേഷണം കൂടിയാണ്. അത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് കുറച്ച് ഏകാഗ്രതയും ഏകാന്തതയും ഒക്കെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോളിറ്റ്യൂഡാണ്, ലോൺലിനെസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാപ്പോഴും എല്ലാവരും തിരക്കിൻ്റെ ഉള്ളിലും ബഹളങ്ങൾക്കുള്ളിലും ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എക്സ്പ്രഷൻസ് അത്രയധികം ആഴമുള്ളതൊന്നും ആവണമെന്നില്ല. പക്ഷെ ഈ പ്രണയമായാലും രതിയായാലും ഒക്കെ അത് അങ്ങേയറ്റം ആഴവും ഉയരവും പരപ്പും ഒക്കെയുള്ള ഒരു അനുഭവമാണ്. അത് അനുഭവിക്കാൻ കഴിയാതെ മരിച്ചു പോവുക എന്ന് പറയുന്നത് മഹാദുരന്തമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ സമയം ഏതാണ്ട് കഴിയുകയാണ്. അത് ഓഡിയൻസിലേക്ക് കൂടെ 2 ചോദ്യങ്ങൾ താഹയോടും ഷാജിയോടും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇനിയും ഏറെ ഉണ്ടായിരുന്നുള്ളൂ. ബഷീർ പറഞ്ഞിട്ടുണ്ട്, വരട്ട് ചൊറി ഒരു ആനന്ദമാണ്, ഇതിങ്ങനെ ചൊറിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമാണ് ഏറ്റവും വലിയ സുഖം എന്നിങ്ങനെ ഒരു തമാശ പറയാറുണ്ടായിരുന്നു. ഷാജിയോടും ഇതേപോലെ ഈ സിനിമയൊക്കെ എഴുതുമ്പോൾ കിട്ടുന്ന കാശ് ഒരു ആനന്ദമല്ലേ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ താഹയോടും ഷാജിയോടും ഒക്കെ ഉള്ള ചോദ്യങ്ങൾ ഓഡിയൻസിലേക്ക് വിട്ടുതരുന്നു. നമുക്ക് 1-2 ചോദ്യങ്ങളോടുകൂടി ഈ സെഷൻ അവസാനിപ്പിക്കാനുള്ള സമയമാകുന്നു. വളരെ സന്തോഷത്തിലാണ് ഞാൻ. അന്തത്തിൽ ഞാനൊരു കാഞ്ഞങ്ങാടുകാരനാണ്. അപ്പോൾ 2 കാഞ്ഞങ്ങാടുകാരുടെ അവരോടുള്ള ചോദ്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതലായി ചോദിക്കാനുള്ളത്. ആദ്യ ചോദ്യം സന്തോഷ് ചിക്കാനത്തോട്. കൊമാല ഞാൻ എൻ്റെ +2 പഠിച്ചതാണ്. അന്ന് ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ ഈ ആനന്ദം, ഇന്നലെ നടന്ന സംഭവത്തിൽ ആളുകൾ കണ്ടെത്തുന്ന ഒരു ആനന്ദം, അത് മറ്റൊരു രീതിയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷേട്ടൻ ഈ കൊമാലയിലൂടെ അവതരിപ്പിച്ച് അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ ചെയ്ത ഒരു സമൂഹത്തിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ ഈ പറഞ്ഞ ആനന്ദം ഞാനിത് എത്രയോ നാൾ മുമ്പേ കണ്ടറിഞ്ഞതാണ്, എഴുതി വെച്ച ആണ് എന്ന രീതിയിൽ ചിന്തിച്ച് ഒരു ആനന്ദമോ ഒരു സാറ്റിസ്ഫാക്ഷനോ എന്തെങ്കിലും തോന്നിയിരുന്നോ? രണ്ടാമത് ഷാജി കുമാറിനോടാണ്. ഈ പറഞ്ഞ മരണവംശം ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലുണ്ടാവുന്ന ഈ തുളു സംസാരങ്ങൾ, വായനയുടെ രതി എന്ന് പറയുന്നതിനെ മുറിച്ച് കളയപ്പെടുന്നു എന്ന് സ്വാഭാവികമായിട്ടൊരു കാസർഗോഡുകാരനായിട്ട് ഈ തുളു മനസ്സിലാവുന്ന ഒരാളായിട്ട് പോലും എനിക്ക് ചില സമയത്ത് റെഫറൻസ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ എന്താണെന്ന് നോക്കേണ്ടി വരുന്നു. അപ്പം ഈ പറഞ്ഞ മറ്റ് ഭാഷ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു തന്മയത്വത്തിന് വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ വായനയുടെ രതി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തിൽ അങ്ങനെയല്ല, ഞാൻ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഒരു റൈറ്റർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം കാണുന്നതിന് കുറച്ച് മുമ്പേ കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എൻ്റെ കഥയിൽ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ വന്ന പല കഥകളിലും ഇനി വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചിട്ട്
കൃത്യമായ അടയാളപ്പെടുത്തലുകളുണ്ട്. ഇപ്പം നമ്മുടെ ഐഷുക്കുട്ടി എന്ന് പറഞ്ഞൊരു കഥയുണ്ട് ബഷീറിൻ്റെ. അതായത് ആ ഒരു കാലഘട്ടം 1940-45 കാലഘട്ടത്തിൽ എഴുതിയ കഥയാണ്. ആ കഥയിൽ ഒരു പെൺകുട്ടി പ്രസവിക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറയാണ്, അപ്പോൾ അന്ന് വരെ പ്രസവം നടന്നിരിക്കുന്നത് മറ്റേ വീട്ടിൽ തന്നെ വയറ്റാട്ടി വന്നിട്ട് മറ്റേ പൊക്കിൾ കുടി കട്ട് ചെയ്തിട്ടാണ് അന്ന് പ്രസവം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഐഷുക്കുട്ടി പറഞ്ഞ് ഞാൻ പ്രസവിക്കില്ല, എനിക്ക് പ്രസവിക്കണമെങ്കിൽ ഡോക്ടർ വരണം എന്ന് പറയുന്നു. ഡോക്ടർ വന്ന് മാത്രമേ ഞാൻ പ്രസവിക്കൂ. അപ്പോൾ ബാപ്പ പറഞ്ഞ എൻ്റെ മോളെ, ഇത് ഞാനിവിടെ 8 എണ്ണത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെല്ലാം ഇങ്ങനെയാണ്, മറ്റേ വയറ്റാട്ടി വന്നിട്ടാണ് ഇത് സംഭവം ചെയ്തത്. ഭാര്യ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല. അവസാനം ഭർത്താവ് ഡിവോഴ്സിലേക്ക് എത്തുന്നു. അതായത് ഈ ചെറിയ സമയത്തിനുള്ളിലാണ് ആ കഥ നടക്കുന്നത്. അവസാനം ഐഷുക്കുട്ടി പറഞ്ഞ് ഡോക്ടർ വന്നിട്ടല്ലാതെ പ്രസവിക്കില്ല എന്ന് പറയുന്നതോട് കൂടിയിട്ട് ഡോക്ടർ വരുന്നിടത്താണ് നമ്മളെ കഥ അവസാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ ഏതോ ഒരു മറ്റേ നമ്മുടെ ഉസ്താദ് ഒരു സ്ഥലത്ത് വന്നിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നടന്ന സാധനം, വീട്ടിൽ വന്നിട്ട് വയറ്റാട്ടി വന്ന് പ്രസവിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിന് നല്ലത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കി. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 40-ന് ശേഷം എത്ര വർഷങ്ങൾ കഴിഞ്ഞു. ആ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെയും ഈ നീണ്ട സമരങ്ങളിലൂടെ ഉണ്ടാക്കിയിരുന്ന ഈ പുരോഗതി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ തകിടം മറിയാണ്. നമ്മൾ പഴയതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഷീർ അത് എത്ര നേരത്തെ കണ്ടെത്തി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മനസ്സിലാക്കിയേ? അപ്പോൾ ഇങ്ങനെ പല പല സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കഥയിൽ ഞാനിപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. നമ്മുടെ ടാറ്റു വരുന്നില്ലേ, ബോഡി ടാറ്റു. ഈ ബോഡി ടാറ്റു ഞാൻ മറ്റേ ഉടലുകൾ വിഭവ സമൃദ്ധിയിൽ എന്ന് പറഞ്ഞ് എൻ്റെ ചെറിയ കാലത്ത്, എൻ്റെ 22-ാമത്തെ വയസ്സിൽ 21 വയസ്സിലൊക്കെ എഴുതിയ കഥയിലുള്ളതാണ്. അന്ന് ബോഡി ടാറ്റു ഇല്ല, ഇവിടെയൊന്നും ബോഡി ടാറ്റു ഇല്ല. പക്ഷെ ഞാൻ രാത്രി സ്വപ്നം കണ്ടതാണ്, ഒരാൾ നെഞ്ചത്ത് രോമം കംപ്ലീറ്റ് വടിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു ബൂട്ടിൻ്റെ, റൈഡർ എന്ന് പറഞ്ഞ ഒരു ബൂട്ടിൻ്റെ പരസ്യം നെഞ്ചത്ത് ടാറ്റു ചെയ്തിട്ട് അയാൾ നടന്നു പോവുകയാണ്. ശരീരം ഒരു പരസ്യ പലകയാക്കി അയാൾ മാറ്റുന്നത് ഞാൻ രാത്രി സ്വപ്നം കണ്ടു. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇത് അതീന്ദ്രിയ ജ്ഞാനമൊന്നുമല്ല കേട്ടോ. ഒരു പ്രാന്തൻ സ്വപ്നം കണ്ടു. ആ പ്രാന്തം സ്വപ്നം എന്ന് പറയുന്നത് പിന്നീടാണ് ബോഡി ടാറ്റു വരുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല, അതിനെക്കുറിച്ചിട്ട് മാതൃഭൂമിയിൽ ഒരു ലേഖനം വന്നു. ഈ കഥയും വെച്ചിട്ടൊരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു, ബോഡി ടാറ്റു പിന്നീടാണ് വന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ നമുക്ക് അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല സാധനങ്ങളും സംഭവിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ കൊമാലയിലും വരുന്നത്. ഈ മരണവംശത്തിലെ കഥാപാത്രങ്ങൾ തുളു സംസാരിക്കുന്ന മനുഷ്യരായതുകൊണ്ടാണ് അതിൽ തുളു വരുന്നത്. അവരിനി തമിഴ് സംസാരിക്കുകയാണെങ്കിൽ തമിഴ് വരും, കന്നഡ സംസാരിക്കുകയാണെങ്കിൽ കന്നഡ വരും. അത് എഴുതുന്ന സമയത്തും പിന്നെ 13 തവണ തിരുത്തെഴുതുന്ന സമയത്തും അതിലങ്ങനെ പ്രശ്നമുണ്ടായി എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം നീ പറഞ്ഞതുകൊണ്ട് ഞാനത് ഒന്നും കൂടെ വായിക്കാം. ഞാനത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇന്നേ വരെ ആ പുസ്തകം തുറന്നു നോക്കിയിട്ട് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ അടുത്ത പതിപ്പിൽ തിരുത്താൻ ശ്രമിക്കാം. അവിടെ തോക്കുമായിട്ട് നിൽക്കുന്നുണ്ട്, എന്നെ വെടിവെക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആകാശത്തേക്ക് വെടിവെച്ച് നമുക്ക് ഈ സെഷൻ പിരിച്ചുവിടേണ്ട ഒരു ആവശ്യമുണ്ട്. താഹാമാടയിലേക്ക് ഒന്നുകൂടെ പോകാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഒരു ചെറിയ സങ്കടമുണ്ട്. താഹാമാടയുടെ അത് കൊടവയറാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് കൈയാണ്. കാരണം 20 കൈ കൊണ്ട് പുസ്തകങ്ങൾ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ ആനന്ദത്തെ സംബന്ധിക്കുന്ന പുസ്തകം കൂടി നിങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞത് മാത്രമാണ് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാനുള്ള ഏക വാചകം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു.